ഹായ്, എല്ലാവർക്കും സംശയമുള്ളൊരു കാര്യമാണ് നമ്മുടെ കേരള SMM1 എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങൾക്ക് എന്താണ് ലഭിക്കുന്നത്, നിങ്ങൾക്ക് എന്തൊക്കെ സർവീസുകളാണ് ലഭിക്കുന്നത്, എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. അഡ്വർടൈസ്മെന്റ് കണ്ടിട്ട് പലരും ഈ വെബ്സൈറ്റിലോട്ട് വന്നിട്ടുണ്ടാകാം. പ്രധാനമായിട്ടും നമ്മൾ ചെയ്യുന്നത് ഈ പറയുന്ന സോഷ്യൽ നെറ്റ്വർക്കുകളിലുള്ള സർവീസുകളാണ്. അതായത് ഗ്രോത്ത് ചെയ്യാൻ വേണ്ടിയിട്ടും അതിനെ നല്ല രീതിയിൽ പോസ്റ്റായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഫോളോവേഴ്സ് ആണെങ്കിലും ലൈക്സ് ആണെങ്കിലും എന്ന് വേണ്ട എല്ലാവിധ സർവീസുകളുമാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിൻ്റെ പ്രൈസിങ് കാര്യങ്ങൾ നിങ്ങൾ നോക്കരുത്. എന്നിട്ട് പ്രൈസിങ് കാര്യങ്ങൾ നോക്കാതെ കൃത്യമായിട്ട് നിങ്ങൾക്ക് സപ്പോർട്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് നിങ്ങൾ നോക്കുന്നത്. റീസെല്ലേഴ്സിനും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഡിസ്കൗണ്ട്സും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിൽ അഫ്ലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന കോൺസെപ്റ്റിലൂടെ നിങ്ങൾക്ക് അത്യാവശ്യം ഏൺ ചെയ്യാൻ സാധിക്കും. ഇതൊക്കെ കൃത്യമായിട്ട് നമ്മുടെ എപ്പിസോഡ് മുഴുവനായിട്ട് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, എന്തിനാണ് ഈ ഒരു പ്ലാറ്റ്ഫോം എന്നുള്ളത്. പ്രധാനമായിട്ടും നമ്മളെ സർവീസുകൾ നമുക്ക് കൃത്യമായിട്ട് ഇവിടെ സൈനപ്പ് എന്ന ഓപ്ഷൻസ് ഉണ്ട്. അവിടെ നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തുകൊണ്ട് സൈനപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ലോഗിൻ എന്ന് പറയുന്ന സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന രീതിയിലേക്കുള്ള ഒരു വിൻഡോയിലേക്ക് നിങ്ങൾ എത്തും, ഡാഷ്ബോർഡിലേക്ക് എത്തും. കൃത്യമായിട്ട് ഇതിൻ്റെ സർവീസുകൾ എന്തൊക്കെയാണെന്ന് പറയുകയാണെങ്കിൽ നമ്മൾക്കിപ്പോൾ എൻ്റർ ന്യൂ ഓർഡർ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ സെക്ഷൻ ബണ്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് എല്ലാവിധ സർവറുകളും കാണാൻ പറ്റും. കാരണം ഇത് മൾട്ടിപ്പിൾ ആയിട്ടുള്ള സർവേഴ്സുകൾ ആരും എന്ത് ചെയ്യുന്നില്ല, പ്രൊവൈഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ സർവീസുകളിൽ നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള സർവീസുകൾ, ഏറ്റവും ബെസ്റ്റ് പ്രൈസ് ആയിട്ടുള്ള സർവീസുകൾ നിങ്ങൾക്ക് ലഭിക്കും. അതിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കാറ്റഗറി എന്ന് പറയുന്ന സെക്ഷൻ. ഇതിൽ നിങ്ങൾക്ക് വേണ്ട കാറ്റഗറി, നിങ്ങൾക്ക് വേണ്ട സോഷ്യൽ നെറ്റ്വർക്കിൻ്റെ കമൻറ്റ്സ് ആയിക്കോട്ടെ, ലൈക്സ് ആയിക്കോട്ടെ, സബ്സ്ക്രൈബേഴ്സ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൽ നിന്ന് എന്ത് ചെയ്യാൻ സാധിക്കും, കൃത്യമായിട്ടുള്ള അതിൻ്റെ ഒരു പ്ലാറ്റ്ഫോം ഏതാണെന്ന് സെലക്ട് ചെയ്യാൻ സാധിക്കും, സർവീസ് ഏതാണെന്ന് സെലക്ട് ചെയ്യാൻ സാധിക്കും. എന്നതിന് ശേഷം നിങ്ങൾക്ക് ആ സർവീസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ കാറ്റഗറി ഓഫ് ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സർവീസ് എന്ന ഏരിയയിൽ നിങ്ങൾക്ക് വേണ്ട പ്രൈസിങ് ഡീറ്റെയിൽ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ കാണിക്കും. അപ്പോൾ അതിൽ നിന്ന് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും, നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ പറ്റും. അതിൽ തന്നെ ഞാനിപ്പോൾ ഇത് സെലക്ട് ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ട് ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒരു ലിങ്ക് നമ്മളിവിടെ കൊടുക്കണം. അതിന് ക്വാണ്ടിറ്റി കൃത്യമായിട്ട് ഒരു 1000 നമ്പർ കൊടുത്തു. പിന്നെ അതിൽ ഏവറേജ് ടൈം ഡാറ്റ ഇല്ല, ചാർജസ് ഇത്ര എന്ന് പറഞ്ഞു. നമുക്ക് എന്ത് ചെയ്യാം, സബ്മിറ്റ് കൊടുക്കാൻ പറ്റും. ഈ സബ്മിറ്റ് കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്ത് അവിടെ ഓർഡർ ക്രിയേറ്റ് ചെയ്ത്, പേയ്മെൻറ്റ് ഓർഡർ ക്രിയേറ്റ് ചെയ്ത്, ഓർഡർ ID എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ ക്രിയേറ്റ് ആക്കിയിട്ടുണ്ട്. എന്നതിന് ശേഷം നമ്മളിവിടെ ഓർഡേഴ്സിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള ഓർഡേഴ്സ് കാണാൻ പറ്റും, ഏത് സെർവറിനാണെന്ന് കാണാൻ പറ്റും. കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഇതിൽ നിന്ന് നമുക്ക് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റപ്പ് ചെയ്യാൻ പറ്റും. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ എങ്ങനെ നമുക്ക് അതിൽ ഫണ്ട് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ മുന്നേ നമുക്ക് സർവീസിൻ്റെ ലിസ്റ്റ് മൊത്തമായിട്ട് എങ്ങനെ നമുക്ക് നോക്കാം. സർവീസ് എന്ന് പറയുന്ന സെഗ്മെൻറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എല്ലാവിധ ലിസ്റ്റും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, എല്ലാവിധ സർവീസും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഏഡ് ഫണ്ട് എന്ന് പറഞ്ഞ സെഗ്മെൻറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന സ്ക്രീൻഷോട്ട് നിങ്ങൾ എടുത്തുകൊണ്ട് സ്കാൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ UTR ID മാക്സിമം ഫോൺ പേ എന്നോ ഗൂഗിൾ പേ എന്നോ അയക്കാൻ ശ്രമിക്കുക. അതിൽ ട്രാൻസാക്ഷൻ ID UTR ഉണ്ടാവും, അത് നിങ്ങൾ 12 അക്കം ഇവിടെ കൊടുക്കുക, നിങ്ങൾ പേയ്മെൻറ്റ് കൊടുക്കുക, വെരിഫൈ ചെയ്യുക. കൃത്യമായിട്ട് നിങ്ങൾക്ക് അവിടെ പേയ്മെൻറ്റ് ഓട്ടോമാറ്റഡ് ആയിട്ട് ഇവിടെ ആഡ് ആവും, മാനുവലി പ്രൊസീജിയേഴ്സ് ആണ്. എന്നതിന് ശേഷം റീഫില്ല് കാര്യങ്ങളൊക്കെ നിങ്ങൾക്കുള്ള പാക്കേജ് ആണെങ്കിൽ നോൺ ഡ്രോപ്പ് സർവീസുകൾ ഇപ്പോൾ പലപ്പോഴും കുറവാണ്. അപ്പോൾ റീഫില്ല് ഉള്ളതാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് മലയാളി ഫോളോവേഴ്സ് ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ, മല്ലു സർവീസ് ആണ് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മലയാളത്തിന് ഡെഡിക്കേറ്റ് ആയിട്ടുള്ള പോർട്ടലുണ്ട്. അവിടെ പോയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. പിന്നെ അതിൽ നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് നിങ്ങളൊരു എമൗണ്ട് ഓഫ് ഇത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള ഡിസ്കൗണ്ട്സ് കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഇത് നമുക്ക് റീറ്റെയിൽ എന്ന് പറയുന്ന കോൺസെപ്റ്റിലാണ്, ഹോൾസെയിലും മറ്റുള്ള രീതിയിലൊക്കെ നല്ല രീതിയിൽ പേയ്മെൻറ്റ് സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അത്യാവശ്യം നല്ലൊരു ഡിസ്കൗണ്ട്സ് നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ റെഫറൻഡ് ആണെന്ന് പറഞ്ഞ സിനാരിയോ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് 5% ആണ് ഇപ്പോൾ കാണുന്നത്, പക്ഷേ നിങ്ങൾക്ക് 15% വരെ ഏൺ ചെയ്യാൻ പറ്റുന്ന രീതിയുണ്ട്. അതിൽ നിങ്ങൾ കൊണ്ടുവരുന്ന വ്യക്തികൾ ഓർഡേഴ്സ് ചെയ്യുന്ന വാലറ്റിൽ എമൗണ്ട് ആഡ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് 200 രൂപ വിഡ്രോയിൽ ആയി കഴിഞ്ഞാൽ നിങ്ങളെ UPI ബാങ്ക് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ സ്പോട്ടിൽ നിങ്ങൾക്ക് ഫണ്ട് എന്ത് ചെയ്യാം, വിഡ്രോ ചെയ്യാൻ സാധിക്കും. ഇവിടെ 15% ആയിരിക്കും. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നമ്മളെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ വാട്സപ്പ് ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള സപ്പോർട്ടും അത് 15% നമ്മളാക്കി തരും. അപ്പോൾ ഇത്രയും രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാർക്കറ്റ് ചെയ്തിട്ട് മറ്റുള്ളവർക്ക് ഇത് സജസ്റ്റ് ചെയ്തിട്ട് ഏണിങ്സ് ഉണ്ടാക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ എടുത്തുകൊണ്ട് ഇതിൽ ഓർഡർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു കമ്മീഷൻ എടുത്ത് നിങ്ങൾക്ക് കമ്മീഷൻസ് ഉണ്ടാക്കാൻ സാധിക്കും. ഇത്രയാണ് മെയിൻലി പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് ഒരു രീതിയിൽ ഒരു പാനലും കിട്ടാത്തൊരു ഓപ്ഷനാണ് എന്ത്, ഷെഡ്യൂൾ ഓർഡർ എന്ന് പറയുന്ന സിനാരിയോ. കാരണം നിങ്ങൾക്ക് വേണ്ട സർവീസുകൾ ഇവിടെ നിങ്ങൾ കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓർഡർ ഡേറ്റ് ടൈം വെച്ചിട്ട് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും. ആ ഷെഡ്യൂൾ അനുസരിച്ചിട്ട് ഓട്ടോമാറ്റിക്കലി ആ ഓർഡേഴ്സ് എന്ത് ചെയ്തോളും, പ്ലേസ് ആയിക്കോളും, അതിങ്ങനെ നിങ്ങൾക്ക് അത് കയറിക്കോളും. അങ്ങനെയുള്ള രീതിയിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. മെയിൻലി ഈ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ മാർക്കറ്റ് ചെയ്യാനും സോഷ്യൽ മീഡിയ ബൂസ്റ്റ് ചെയ്യാനും സോഷ്യൽ മീഡിയയിൽ കൃത്യമായിട്ടുള്ള ഏണിങ്സ് ഡെവലപ്പ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് ഇവിടെ വരുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നിങ്ങൾ അതിനെ മാർക്കറ്റ് ചെയ്യുന്ന സമയത്ത്
നിങ്ങൾക്ക് നല്ലൊരു ഏണിങ്സിൽ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ അത്യാവശ്യം നിങ്ങളൊരു 5000-ൻ്റെയും 10,000-ൻ്റെയും മുകളിൽ നിങ്ങൾ സ്പെൻഡ് ചെയ്ത ഒരാളാണെങ്കിൽ വന്നു കഴിഞ്ഞാൽ ഏകദേശം നിങ്ങൾക്കൊരു 2-5% എക്സ്ട്രാ ഡിസ്കൗണ്ട്സുകൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ സബ്സ്ക്രൈബേഴ്സ് എന്ന ഓപ്ഷൻ ഉണ്ട്. നിങ്ങളതിൽ കൃത്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ഓഫേഴ്സ് മന്ത്ലി ഒരു ഇത്ര പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇത്ര 15% വരെയുള്ള ഡിസ്കൗണ്ട്സുകൾ ഇതിൽ കിട്ടുന്നുണ്ട്. അങ്ങനെ സബ്സ്ക്രിപ്ഷൻ ചെയ്തുകൊണ്ട് ബൾക്കായിട്ട് ചെയ്യുന്നവർക്ക് അങ്ങനെ സബ്സ്ക്രിപ്ഷൻ ചെയ്യാൻ പറ്റും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റീസെല്ലിംഗ് ആയിട്ട് നിങ്ങൾക്ക് മാർക്കറ്റ് ചെയ്യണമെങ്കിൽ റീസെല്ലിംഗ് ആയിട്ട് മാർക്കറ്റ് ചെയ്യാം. അതെല്ലാം നിങ്ങൾക്ക് റീസെല്ലിംഗ് താല്പര്യമില്ല, ഡയറക്റ്റ് നിങ്ങൾക്ക് മാർക്കറ്റ് ചെയ്യണമെങ്കിൽ റെഫറൽ എന്ന കോൺസെപ്റ്റ് ഉണ്ട്, അതിലൂടെ മാർക്കറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങളെ ബിസിനസ് നിങ്ങളെ ഇൻസ്റ്റാഗ്രാം ബൂസ്റ്റ് ചെയ്യണമെങ്കിൽ അതും നിങ്ങൾക്ക് ചെയ്യാം. ഈ 3 രീതിയിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുകയും ചെയ്യാം, നിങ്ങൾക്കിത് മാർക്കറ്റ് ചെയ്യുകയും ചെയ്യും. ഇതാണ് ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. 1 to 1 ആയിട്ട് നമുക്ക് ഓരോ എപ്പിസോഡ് ബേസ് ചെയ്തിട്ട് ഓരോ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ചർച്ച ചെയ്യാം. എന്നിട്ട് ഓരോ വീഡിയോസും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കാണാം, മനസ്സിലാക്കാം.